പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ ഒരു വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1-ാമത്തെ വാക്യം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. അസ്വസ്ഥമാകാൻ അവർക്ക് ഒത്തിരി കാരണങ്ങളുണ്ടായിരുന്നു. എന്തോ ഭീകരമായി സംഭവിക്കാൻ പോകുന്നു എന്ന ഒരു മുന്നറിയിപ്പ്, ഭയം അവരുടെ എല്ലാം തളം കെട്ടി നിന്നു. അന്ത്യത്താഴ വേളയാണ് സാഹചര്യം. യേശു ഒരടിമയെപ്പോലെ താരത്തിൽ വെള്ളവുമായി തങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തി കാലു കഴുകിയത് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. തങ്ങളിൽ ഒരുവൻ തന്നെ ഒറ്റുകാരായിത്തീരുമെന്നും തങ്ങളെല്ലാവരും അവനെ വിട്ടുപേക്ഷിക്കുമെന്നും അവൻ ശത്രുഗ്രഹങ്ങൾ ഏൽപ്പിക്കപ്പെടുമെന്നും ഒക്കെ പറഞ്ഞപ്പോൾ അവർക്ക് താങ്ങാനാവാത്ത ഭാരമായി, ദുഃഖമായി. 3.5 വർഷത്തെ തങ്ങളുടെ ജീവിതം, ഗുരുവിനോടുള്ള ജീവിതം പൊടുന്നനെ അവസാനിക്കാൻ പോവുകയാണ്. ഗുരു ക്രൂരമായ മരണത്തിന് ഇരയാൻ പോകുന്നുവെന്ന് പറഞ്ഞത് അവർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. അസ്വസ്ഥത ഏറെയുണ്ടായിരുന്നു. ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, ഗുരുവിനെന്ത് സംഭവിക്കും, തങ്ങൾക്കെന്ത് സംഭവിക്കും, ഇങ്ങനെ അനിശ്ചിതത്വത്തിൻ്റെ മുമ്പിൽ, ഭീകരമായൊരു വിപത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുന്ന ശിഷ്യന്മാരോടാണ് യേശു പറയുന്നത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. അസ്വസ്ഥമാകേണ്ട എന്ന് പറയാനായിട്ടൊരു കാരണം കൂടിയുണ്ട്. അല്ലെങ്കിൽ അസ്വസ്ഥമാകാതിരിക്കാൻ എന്തു ചെയ്യണം? വിശ്വാസമാണ് യേശു ആവശ്യപ്പെടുക. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ദൈവത്തിൽ വിശ്വസിക്കുന്നവന് ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ടതില്ല. ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണല്ലോ പലപ്പോഴും നമ്മളെ അസ്വസ്ഥമാക്കുന്നത്. പക്ഷേ ഇന്നത്തെ വർത്തമാന സാഹചര്യവും യാഥാർത്ഥ്യവും സ്വീകരിക്കാനുള്ള ബുദ്ധിമുട്ടും അസ്വസ്ഥതയ്ക്ക് കാരണമായിരിക്കാം. പക്ഷേ സാമ്പത്തികമായ തകർച്ചയായിരിക്കാം, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയായിരിക്കാം, മാറാരോഗം ബാധിച്ചിരിക്കുന്ന അറിവായിരിക്കാം, അല്ലെങ്കിൽ ഉറ്റവരും ഉടയവരും ഉപേക്ഷിച്ചതിൻ്റെ അസ്വസ്ഥതകളാവാം. എന്നുമാവട്ടെ, മനുഷ്യനെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ അസ്വസ്ഥതയുടെ ഭാരം താങ്ങാൻ കഴിയാതെ വരുമ്പോഴാണല്ലോ പലരും ആത്മഹത്യയിൽ അഭയം തേടുക. ഇവിടെ യേശു പറയുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കണം. നിനക്ക് ജീവൻ നൽകിയ ദൈവമാണ്. ആ ദൈവം അറിയാതെ നിനക്ക് യാതൊന്നും സംഭവിക്കുകയില്ല. നിൻ്റെ ജീവിതത്തെ താങ്ങി നിർത്തുന്ന ദൈവമാണ്. നിനക്ക് ഓരോ നിമിഷവും സംഭവിക്കുന്ന എന്താണെന്ന് ദൈവം അറിയാം. ദൈവം അറിയുന്നതും അനുവദിക്കുന്നതും മാത്രമേ നിനക്ക് സംഭവിക്കൂ. താങ്ങാനാവാത്ത ഒരു ഭാരവും അവിടുന്ന് നിനക്ക് തരികയില്ല. ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക. നാളെയെക്കുറിച്ച് എന്തിനാകുലതപ്പെടണം? ഓരോ ദിവസത്തിനും അതിൻ്റേതായ ഉത്കണ്ഠകൾ മതിയെന്നല്ലേ യേശു പഠിപ്പിച്ചത്. ഉത്കണ്ഠ കൊണ്ട് ആയുസ്സിന് ദൈർഘ്യം ഒരു മുഴം കൂടെ നീട്ടാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് പഠിപ്പിച്ചു. നമുക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലെന്ന് ഓർക്കുക. ഏതു ഭാരവും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക, അവിടെ നിന്ന് താങ്ങിക്കൊള്ളും. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നല്ലേ കർത്താവ് പറഞ്ഞത്. അസ്വസ്ഥമാകേണ്ട. അസ്വസ്ഥതയുടെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അത് കർത്താവിന് മുമ്പിൽ സമർപ്പിക്കുക. ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു, യേശുവിൽ വിശ്വസിക്കണം. എല്ലാ അപകടങ്ങളെയും തരണം ചെയ്തവൻ, മരണത്തിനും അപ്പുറത്തേക്ക് ജീവനിലേക്ക് നയിക്കുന്നവൻ നമ്മോട് കൂടി ഉണ്ടാവും. നമ്മൾ കണ്ടല്ലോ, ഞാൻ യുഗാന്തം വരെ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കുമെന്ന്. ഏതു ഭയം, ഏത് സാഹചര്യത്തിലും, ഏത് അപകടത്തിലും കൂടെയുണ്ട്. അപകടത്തിനും അപ്പുറത്ത്, മരണത്തിനും അപ്പുറത്ത് നിത്യതയിലേക്ക് നയിക്കുന്നവനാണ് പറയുക. അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഈ വിശ്വാസം നമുക്ക് പ്രത്യാശ നൽകട്ടെ, ശക്തി പകരട്ടെ.